മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയാമെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 374-ാമത്തെ എപ്പിസോഡിൽ കുപ്രം മെറ്റാലിക്ക എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ കണ്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ജീവൽപ്രധാനമായ ലക്ഷണങ്ങൾ അടങ്ങിയ ഒരു ഔഷധമാണിത്. അതുതന്നെ ഒരു പ്രീഎമിനൻ്റ്ലി പ്രധാനവുമായി അതിന് വലിച്ചുകോച്ചലുകൾ, അനിയന്ത്രിത ചലനങ്ങൾ എന്നിവ കാണിക്കുന്ന ഒരു ഔഷധമാണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ പ്രധാനം കൂടുതൽ പറയുന്നത് ചില സപ്രഷൻസ്, ഇറപ്ഷൻസ്, മറ്റു ചില പനികൾ, അതിനെ ഫോഴ്സ്ഫുള്ളി അലോപ്പതിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കൺവൾഷൻസ്, അനിയന്ത്രിത ചലനങ്ങൾ, വലിച്ചുകോച്ചലുകൾ, ആളുകൾ ഭയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണത്. അതിനെ കുപ്രം എങ്ങനെ മനോഹരമായി ഹീൽ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് കെൻ്റ് പറയുന്നത്. മറ്റു പല കാര്യങ്ങളുണ്ട്, ചില കമ്പാരിസൺസ് വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ചില കമ്പാരിസൺസ് വരുന്നുണ്ട്, അത് നമുക്ക് ശ്രമിക്കാം. കൺവൾസീവ് ക്രാംസ് ഓൾ ഓവർ ദ ബോഡി വിത്ത് ട്വിച്ചിങ്, ജേർക്കിംഗ്, ട്രംബ്ലിംഗ് ആൻഡ് ബ്ലൂനെസ് ഓഫ് ദ സ്കിൻ. നേരത്തെ കണ്ട കാര്യം തന്നെ, വലിച്ചു കോച്ചുന്ന അനിയന്ത്രിതമായ സുസ്ഥിര ചലനങ്ങൾ, വിറയലുകൾ, വെട്ടലുകൾ ഒക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വരും. അതേസമയം തൊലിക്ക് നീല നിറം വരലുമുണ്ട്. എവറിത്തിങ് ഹി ഡസ്, ഓൾ ഹിസ് ആക്ഷൻസ് ആർ സ്പസ്മോഡിക്. അത് ചെയ്യുന്ന എല്ലാ കാര്യവും കാരണം എല്ലാ പേശികളും എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ഒരു വെള്ളം കുടിക്കുമ്പോൾ, കൈയെടുക്കുമ്പോൾ, ഒരു കാര്യം പിടിക്കുമ്പോൾ, എടുക്കുമ്പോൾ, നടക്കുമ്പോൾ, ഒക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ അത് വരുന്നുണ്ട്. ആ ഒരു വലിച്ചു കോച്ചലിൻ്റെ അനിയന്ത്രിത ചലനങ്ങളുടെ ഒരവസ്ഥ വരുന്നുണ്ട്. ഓൾ ദ സ്പിങ്ക്റ്റേഴ്സ് ആർ കൺവൾസീവ്. ഇനി ശരീരത്തിൻ്റെ ദ്വാരങ്ങൾ, നിർഗമന ദ്വാരങ്ങൾ, അവിടെയുള്ള റിംഗ് മസിൽസ്, അവിടെയൊക്കെ കൺവൾഷൻസ്. അപ്പോൾ നമ്മളുടെ വിസർജനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം കുടിക്കലൊക്കെ അത് ബാധിക്കാം. ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ഇറഗുലർ, ഡിസോർഡർലി ആൻഡ് കൺവൾസീവ് വെൻ പോയ്സൺ വിത്ത് കോപ്പർ. കോപ്പറിൻ്റെ പോയ്സണിങ്, ഈ കോപ്പറിൻ്റെ പ്രൂവിങ്ങിൽ എല്ലാ പ്രവൃത്തികളും ക്രമരഹിതമാവും. അയാളുടെ ചലനം, കാരണം പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കുന്നത് പേശികളാണല്ലോ. പേശികളൊക്കെ ഈ വലിച്ചുകോച്ചലുകളും അനിയന്ത്രിത ചലനങ്ങളും വരുമ്പോൾ അവിടെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും. വിയർ ദീസ് തിങ്സ് ഇൻ മൈൻഡ് ആസ് വി സ്റ്റഡി എവറി റീജിയൻ കുപ്രം. കുപ്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കുപ്രത്തിൻ്റെ ഏത് മേഖല, ഏതുതരം ജനറാലിറ്റീസ് ആണെങ്കിലും പർട്ടിക്കുലേഴ്സ് ആണെങ്കിലും ഏതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഈ ഒരു സ്വഭാവത്തെ നിങ്ങൾ മനസ്സിൽ വെച്ചോളണം. റിപ്രഷൻ ഓർ ഡ്രൈവിംഗ് ഇൻ ഓഫ് ഇറപ്ഷൻസ്, അറ്റൻഡ് വിത്ത് ഡയറിയ ആൻഡ് കൺവൾഷൻസ്, സംടൈംസ് ഓൺലി കൺവൾഷൻസ്. ഇപ്പോൾ ഇറപ്ഷൻസ്, പരുക്കൾ, കുരുക്കൾ, പഴുപ്പുകൾ, ഇതിനെയൊക്കെ പുറമേക്കുള്ള പ്രയോഗങ്ങളുണ്ട്, മറ്റ് അങ്ങനെ രൂക്ഷമായ പ്രയോഗങ്ങളുണ്ട്. ഉൾവലിയിപ്പിക്കുമ്പോൾ അതോടൊപ്പം വയറിളക്കവും വലിച്ചുകോച്ചലുകളും വരുന്നു. വയറിളക്കം നിർബന്ധമില്ല, വലിച്ചുകോച്ചലുകൾ മാത്രമായിട്ടും വരാം. അതിന് ഒന്നാം തരം പ്രത്യൗഷധമാണ് കുപ്രം. മറ്റു പലതും വരാം. We note a case of measles of scarlet fever, the rash that has been suppressed by a chill or exposure to wind and convulsions have come on. അഞ്ചാമ്പനിയോ ചെമ്പനിയോ എന്തെങ്കിലുമായിട്ട് അത് മരുന്നുകൾ ഉപയോഗിച്ചതിന് തന്നെ ഒരു തണുപ്പടിച്ചിട്ട്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ വല്ലാതെ തണുപ്പടിക്കുമ്പോൾ അതിൽ ഒരു സപ്രഷൻ ഉണ്ടാകാം. അങ്ങനെ വരാൻ നേരത്തും ഈ പറയുന്ന വലിച്ചുകോച്ചൽ വരികയാണെങ്കിൽ കുപ്രം അതിനെ കവർ ചെയ്യും. ദാറ്റ് ബിലോങ്സ് സിംഗം ആൻഡ് കുപ്രം. സിംഗവും അവിടെ വരുന്നുണ്ട്. സംടൈംസ് ടു ബ്രയോണിയ. സിംഗം, കുപ്രം, ബ്രയോണിയ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സിംഗം ആൻഡ് കുപ്രം പർട്ടിക്കുലർലി, സിംഗവും കുപ്രവുമാണ് ഈ കാര്യത്തിൽ സവിശേഷമായും പ്രയോഗ സാധ്യത വരുന്നത്. ടീച്ചിങ് ഓഫ് ദ ലിംസ് ഫ്രം എ സഡൻ സപ്രഷൻ ഓഫ് സ്കാർലറ്റ് ഫീവർ, സപ്രഷൻ ഓഫ് യൂറിൻ, കൊറിയ എക്സെട്ര. അപ്പോൾ മൂത്രം പോലും ആണെങ്കിൽ പോലും, പനിയും പലതരം പനികളും മറ്റും ആവണമെന്നില്ല, മൂത്രം പോകുന്ന അവസ്ഥ തന്നെ എന്തെങ്കിലും മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ അനിയന്ത്രിത ചലനങ്ങളെയോ, അനിയന്ത്രിത ചലനങ്ങളെയോ തെറ്റായ ചികിത്സകൾ കൊണ്ട് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിച്ചുകോച്ചലുകൾ വരാം. അതിനെയും കൈകാലുകളിൽ വലിച്ചുകോച്ച അനിയന്ത്രിത ചലനങ്ങളും വരാം. അതിനെയും ഇത് കവർ ചെയ്യും. ക്രാമ്പിങ്സ് ഓഫ് ദ മസിൽസ് ഓഫ് ദ ചെസ്റ്റ്, ക്രാമ്പിങ് ഓഫ് ദ കാൽവ്സ്, ക്രാമ്പിങ് ഓൾ ഓവർ. നേരത്തെ കണ്ടുള്ള കാര്യം, നെഞ്ചിലെ പേശികൾ, കാലിൻ്റെ പിൻഭാഗത്തെ പേശികളിലും ശരീരം മുഴുവൻ വരുന്ന അവസ്ഥ. സപ്രസ്ഡ് ഇറപ്ഷൻസ് ഉണ്ടോ, ഇറപ്ഷൻസിനെ സപ്രസ് ചെയ്യുക. നിങ്ങൾ ഹോമിയോപ്പതി മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ബ്രാൻഡഡ് മെഡിസിൻസ് ഇങ്ങനെ കാണും. എൻ്റെ കൂട്ടത്തിൽ സൾഫർ ഓയിൻമെൻ്റ് കാണും. സൾഫർ ഓയിൻമെൻറ്റ് വസ്തുത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരം ഷോക്കാണ് എനിക്കത് കണ്ടിട്ടുണ്ടായത്. സൾഫർ ഓയിൻമെൻറ്റുകൾ ഇരിക്കുന്ന അവസ്ഥ.
അപ്പോൾ ഹോമിയോപ്പതി ചികിത്സയാണ് ചെയ്തതെന്ന് പറയും, പക്ഷേ എന്തൊക്കെ ഓയിൻമെൻറ്റുകൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്തൊക്കെ അനാവശ്യമായ പാർഷ്യലി സിമിലർ മെഡിസിൻസിൻ്റെ റെപ്പിറ്റേഷൻ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ സപ്രസ്ഡ് ഇറപ്ഷൻസ് വരുന്നുണ്ട്. ഡിസ്ചാർജസ് ദാറ്റ് ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ക്വൈറ്റ് എ ലോങ് ടൈം, കുറേ കാലമായി നിന്നുകൊണ്ടിരിക്കുന്ന പഴുത്ത് പൊട്ടിയൊലിക്കുന്ന അവസ്ഥകളെ സപ്രസ് ചെയ്യുന്നു. The individual has become debilitated and worn out with excitements, but this discharge barely kept him alive. അപ്പോൾ ഇയാൾക്ക് വലിച്ചുകോച്ചലുകളും വല്ലാത്ത ഉത്തേജിതാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷീണിച്ച് അവശനായിരുന്ന അല്ല അവശയായിരുന്ന വ്യക്തിയാണ്. പക്ഷേ അയാളുടെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ ഒരു ഡിസ്ചാർജാണ്. ശരീരത്തിലുണ്ടാകുന്ന സ്രവങ്ങൾ, ദുഷിപ്പുകൾ സ്രവങ്ങളായി പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ജീവിച്ചു പോന്നു. ഇപ്പോൾ ഞാനൊരു രോഗിയെ ഇതേപോലെ എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നപ്പോൾ ഒത്തിരി വർഷങ്ങളാണ്. കേസ് ഞാനിങ്ങനെ എടുത്തു. പണ്ട് ഒരുപാട് സിംറ്റംസൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ കേട്ട് ഞാൻ തളർന്നുപോയി. നമുക്ക് ഹോമിയോപ്പതിയെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു വന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തതാണ്. ഈ വ്യക്തിക്ക് നല്ല ഒന്നാം തരം മലശോധനയായിരുന്നു. മൂത്രവും സാധാരണഗതിയിൽ പോകും, എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കും. ഞാനെന്നവരോട് പറഞ്ഞു, നിങ്ങളെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഈ മലശോധനയാണ്. ശരീരം അങ്ങനെ ദുഷിക്കുന്നു, അല്ലെങ്കിൽ അവർ പണ്ടേ പോകണം. അത്രക്ക് ട്യൂബർക്കുലർ നേച്ചർ ഉണ്ടായിരുന്നു, കോംപ്ലിക്കേറ്റഡ് മയാസംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇൻ്റർമിങ്ങളുടെ അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. അവർ പൂർണ്ണമായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ അവർക്ക് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ചില ചെറിയ പ്രയോഗങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജ് ഉള്ളത്രയും സമയം അയാൾ കഷ്ടി ജീവിച്ചിരുന്നു. പക്ഷേ ആ ഡിസ്ചാർജിനെ കുറിച്ച് സപ്രസ് ചെയ്തുകൂടി അയാളുടെ കാര്യം പോക്കായിപ്പോയി. ഇതൊക്കെ നിങ്ങളെപ്പോഴും ഓർമ്മയിൽ വരണം, ഈ ഒരു അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ അതിനെയൊക്കെ ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യുന്ന പേഷ്യൻ്റ് ഇത് ആവശ്യപ്പെടും, പക്ഷേ അത് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം. He has gradually grown weaker, but he has kept about because he had a discharge. It has furnished him a safety valve. അതൊരു സേഫ്റ്റി വാൽവാണ്. ഈ ശോധനകൾ, സ്രവങ്ങൾ, അതൊരു സുരക്ഷാ വാൽവാണ്. ഇറ്റ് സ്റ്റോപ്പ് സഡൻലി കൺവൾഷൻസ് വിൽ കം ഓൺ. ദാറ്റ് ഈസ് ലൈക്ക് കുപ്രം പോലെയാണ്. ഞാൻ പറയാം, എൻ്റെ സഹോദരിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നു, പക്ഷെ കൺവൾഷൻസും ഉണ്ടായിരുന്നു. തലയിൽ ചൊറിയെ സപ്രസ് ചെയ്തതാണ്. അത് എനിക്കറിഞ്ഞുകൂടാ കുപ്രമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ ലക്ഷണങ്ങൾ അപ്പുറത്ത് തൊലി, കണ്ണിൻ്റെ നിറവും തലവേദനയൊക്കെ ചൂകുമ്പോൾ ബെൽറോണ കേസായിട്ട് എനിക്കൊന്നും തോന്നിയത്. അത്തരം അവസ്ഥകൾ, കൺവൾഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം കുപ്രമാകണമെന്നില്ല, ടോട്ടാലിറ്റി. A woman has suffered a long time with a copious leukorrhea, and some unwise doctor tells her she must take injections, and she take it up with a few days. കുറേ കാലം ഈ വെള്ളപോക്കും ഒക്കെ ആയിട്ട്, മഞ്ഞപോക്കോ ചോരപോക്കൊക്കെ ആയിരിക്കാം, അതിന് ഇഞ്ചക്ഷൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധം കൊടുത്ത് അതിനെ സപ്രസ് ചെയ്തു. അൺവൈസ് ഡോക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ അൺവൈസ് ഡോക്ടേഴ്സ് ആകരുത്, ഇൻ്റലിജൻറ്റ് പ്രിസ്ക്രൈബർ ആകാനാണ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻറ്റ് പ്രിസ്ക്രൈബർ, അൺവൈസ് ഡോക്ടർ അല്ല. Hysterical convulsions, cramping and tearing of muscles come on. Contractions of the fingers and toes. കൈവിരലുകൾ, കാൽവിരലുകളൊക്കെ വലിച്ചു കോച്ചാൻ തുടങ്ങി. ശരീരം മുഴുവൻ വലിച്ചു കോച്ചലും അനീന്ദ്ര ചലനങ്ങളും തുടങ്ങി. എന്താണ് കൊറിയനെ സപ്രസ് ചെയ്ത. ഡിസ്ചാർജസ് ഫ്രം ഓൾഡ് അൾസേഴ്സ്, ഫിസ്റ്റുലെ സപ്രസ് അവസ്ഥ. ഇതേപോലെ ഫിസ്റ്റുല, മറ്റ് പഴകിയ വർണ്ണങ്ങൾ സപ്രസ് ചെയ്തുകൊണ്ടാകുന്ന പ്രശ്നങ്ങൾ. Cuprum will re-establish a discharge that has been suddenly suppressed and convulsions followed. It stops the convulsions and re-establishes the discharge. Cuprum ചെയ്യുന്ന പണി ഇതാണ്. കൺവൾഷൻസിനെ മാനേജ് ചെയ്തിട്ട് പഴയ ഡിസ്ചാർജിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റേജ് നമ്മൾ നോക്കണം. അയാളുടെ കേസ് വീണ്ടും എടുത്തിട്ട് അതിന് പറ്റിയ ഔഷധം നമ്മൾ കൊടുത്തിട്ട്, മറ്റെന്തെങ്കിലും ആകാം, അത് കൊടുത്തിട്ട് അതിന് പേഷ്യൻറ്റിനെ ഹീൽ ചെയ്യണം. ഇറ്റ് ഹാസ് കാരീസ്, ഇറ്റ് ഹാസ് സെനൈൽ ഗാംഗ്രീൻ ഓർ ദ ഗാംഗ്രീൻ ദാറ്റ് ബിലോങ്സ് ടു ഓൾഡ് ഏജ്. ഈ മുതിർന്ന ആളുകളിൽ, പ്രായം ചെന്ന ആളുകളിൽ രക്തഓട്ടം നിലച്ചിട്ട്, രക്തഓട്ടം വേണ്ടത്ര ഇല്ലാതെ ചില ഭാഗങ്ങൾ നിർജ്ജീവമായി പോകുന്ന അവസ്ഥ. ഓൾഡ് ഷ്രിവൽഡ് ഒക്ടോജനറിയൻസ്, 80 വയസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുളുങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളിൽ വരുന്ന ഇത്തരം അവസ്ഥ. സ്റ്റോസ് ആൻഡ് ഫിംഗേഴ്സ് ഡാർക്ക് ഇൻ സ്പോട്സ്, വിരലുകളിലും കാൽവിരലുകളിലും ഇരുണ്ട പാടുകളുണ്ടാകുന്നു. ഫീബിൾ സർക്കുലേഷൻ, രക്തചംക്രമണം നടക്കുന്നില്ല, അവർക്കും കുപ്രം നല്ലൊരു ഔഷധമാണ്. In the cuprum patient, the nerves are all the time wrought up to the highest tension, wants to fly, wants to do something dreadful. നാഡികൾ ഇങ്ങനെ വലിഞ്ഞു മുറുകിയെന്ന് വെച്ചാൽ
ലിറ്റററി അല്ല, അതിലുണ്ടാകുന്ന ആ ടെൻഷൻ ഫിഗറേറ്റീവായിട്ട് പറയുന്ന അങ്ങനെ കൊണ്ടുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും സാഹസികത ഇങ്ങനെ പേശികളിങ്ങനെ വലിഞ്ഞു നിൽക്കുക, എന്തെങ്കിലും ചെയ്യണം. ചെയ്യുന്നത് എന്താണ്? ജനലിലൂടെ പുറത്തേക്ക് ചാടുക, അങ്ങനെയുള്ള അക്രമകൃത്യങ്ങൾ ചെയ്യുക, അതാണ് ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുക. ഇമ്പൾസീവ്നെസ്, പെട്ടെന്ന് അനിയന്ത്രിതമായിട്ട് നിങ്ങൾ ചെയ്യുക. കമ്പയർ ടു സംതിങ് റെസ്റ്റ്ലെസ് ആൻഡ് ടോസിങ് അബൌട്ട് എ കോൺസ്റ്റന്റ് അണീസിനെസ്, നെർവസ് ട്രംബ്ലിങ്, ഓൾവേസ് ടയേർഡ്. ഈ ഒരു അവസ്ഥ ശ്രദ്ധിക്കുക. അസ്വസ്ഥമാണ്, എപ്പോഴും തുള്ളിയും ചാടിക്കൊണ്ടിരിക്കുന്നു. കോൺസ്റ്റന്റ് അണീസിനെസ്, എപ്പോഴും ഒരു സുഖമില്ല, എപ്പോഴും ഇങ്ങനെ നിൽക്കുക. നെർവസ് ട്രംബ്ലിങ്, നാഡികൾ ഇങ്ങനെ വിറച്ച് നിൽക്കുന്ന പോലെ ആൾ ക്ഷീണതയായിരിക്കുന്നു. ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ദ മസിൽസ് ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ബോഡി വെൻ ദ കൺവൾഷൻസ് ആർ നോട്ട് ഓൺ. ഈ വലിച്ചുവച്ചലില്ലാത്ത സമയത്ത് ആളാകെ തളർന്ന് ഒട്ടി ഇങ്ങനെ കിടക്കും. ട്വിച്ചിങ് ആൻഡ് ജേർക്കിങ്സ് ആൻഡ് സ്റ്റാർട്ടിങ് ഡ്യൂറിങ് സ്ലീപ്പ്. ഉറക്കത്തിൻ്റെ സമയത്ത് ഞെട്ടുന്നു, വിറയലുണ്ടാകുന്നു, വലിച്ചുവച്ചലുണ്ട്. ഉറക്കത്തെ സമയത്ത് പോലും കുപ്രം ആൾ വെറുതെ വിടുന്നില്ല. ഗ്രൈൻഡിങ് ഓഫ് ദ ടീത്ത് വിത്ത് ബ്രെയിൻ എഫക്ഷൻസ്. തലച്ചോറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പല്ല് കടിക്കൽ, ഉറക്കത്തിൽ പല്ല് കടിക്കൽ. ഇൻഫ്ലമേഷൻസ് സീ സഡൻലി ആൻഡ് യു വണ്ടർ വാട്ട് ഹാസ് ഹാപ്പൻഡ്. പെട്ടെന്ന് വീക്കങ്ങൾ പെട്ടെന്ന് പോകും. ഒരു വീക്കം വന്നു പോയിട്ട് എന്ത് സംഭവിച്ചു, ഇയാൾക്ക് എന്ത് പറ്റി, ഇയാൾ വെറുതെ ഇരുന്ന ആളാണല്ലോ, ഇയാൾക്ക് വലിച്ചുകോച്ചലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നു, നടക്കുന്നു, തുള്ളുന്നു, ചാടുന്നു, എന്താണ്, അത്ഭുതപ്പെട്ടു. ഓൾ അറ്റ് വൺസ് വൺ ഓൺ ഇൻസാനിറ്റി, പെട്ടെന്ന് ഭ്രാന്തിൻ്റെ വക്കുവരെത്തുന്നു. ഡെലിറിയം, കൺവൾഷൻസ്, ബ്ലൈൻഡ്നെസ്, കാഴ്ച വരെ പോകുന്നു പെട്ടെന്നുള്ള സപ്രഷൻസ് കാരണം. ഈ പെട്ടെന്ന് ആ അവസ്ഥ മാറുന്നു. എവിഡൻസ് ഓഫ് സെറിബ്രൽ കൺജഷൻസ്. അത് തരുന്ന സൂചന വെച്ചാൽ അയാളുടെ തലച്ചോറിൻ്റെ ആ സെറിബ്രൽ ഭാഗത്ത് വീക്കമുണ്ടായി. ഇൻഫ്ലമേഷൻ അപ്പിയറിംഗ് വിത്ത് വണ്ടർഫുൾ സഡൻസ്. അത്ഭുതകരമായ വേഗത്തിൽ പെട്ടെന്നാണ് വരുന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് ആൾക്കാർ വിചാരിക്കും. മെറ്റാസ്റ്റാസിസ്, അവസ്ഥകൾ സ്ഥാനം മാറിയതാണ് കണ്ടത്. തലച്ചോറിലേക്ക്, നാഡികളിലേക്ക് സ്ഥാനം മാറി. ഒരു സ്ഥലത്തെ വീക്കം തലച്ചോറിലേക്ക് സ്ഥാനം മാറി. എ പെർഫെക്റ്റ് ചേഞ്ച് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു അനദർ. ദ സെയിം തിങ് മേ ഒക്കർ ഫ്രം എ സപ്രസ്ഡ് ഇറപ്ഷൻ. ഒരു പരുവിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പഴുപ്പുള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ വരാം. ഓർ സപ്രസ്ഡ് ഡിസ്ചാർജ്, ഒരു സ്രവം. ഒരു സപ്രസ്ഡ് ഡയറിയ, വയറിളക്കത്തെ സപ്രസ് ചെയ്ത് ഇങ്ങനെ വരാം. വയറിളക്കത്തെ സപ്രസ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഇന്നും അനുഭവിക്കുന്ന ആളാണ് ഞാൻ. 15 വയസ്സിൽ ഇത്രയ്ക്ക് രൂക്ഷമായ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അത് 2 ഡോക്ടർമാർ തമ്മിലുള്ള മത്സരമായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ഒരു പീഡിയാട്രീഷ്യൻ കുറേ കാലം കൂടി ഒരു ഡിപ്ലോമക്കാരനാണ്. അന്നത്തെ മെഡിക്കൽ ഓഫീസർ MD-കാരനായിരുന്നു. പീഡിയാട്രീഷ്യൻ എന്നെ നോക്കി, 15 വയസ്സ് ഉള്ള എന്നെ നോക്കി. പീഡിയാട്രീഷ്യൻ മരുന്ന് എഴുതി വയറിളക്കം നിൽക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ വന്ന ഈ MD ഗ്രാജുവേറ്റ് ആദ്യമായിട്ടാണ് ആ സർക്കാർ ആശുപത്രിയിൽ പബ്ലിക് ഹെൽത്ത് സെൻ്ററാണ്, പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ് വരുന്നത്. അയാൾ ആ പ്രിസ്ക്രിപ്ഷൻ മുഴുവൻ കളഞ്ഞിട്ട് എന്തൊക്കെയോ ഇഞ്ചക്ഷൻ, എൻ്റെ വയറിളക്കം മാറിയിട്ടുണ്ട്, ഡ്രിപ്പ് ഊരിയിട്ടില്ലെന്നേ ഉള്ളൂ, ആ മരുന്നുകളൊക്കെ കുത്തിക്കയറ്റി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഇത്രയും കാലം ഹോമിയോപ്പതി ഫോളോ ചെയ്യുന്ന ആളായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും എന്നെ വിട്ടിറങ്ങുന്നിട്ടില്ല. സപ്രസ്ഡ് ഇറപ്ഷൻസ്, സപ്രസ്ഡ് ഡയറി, അതൊക്കെ വളരെ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ കൂടുതൽ വലിയ ആഴമേറിയ പ്രത്യാഘാതങ്ങൾ അതുണ്ടാകും. ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ബ്രെയിൻ, എഫക്ട്സ് ദ മൈൻഡ് ആൻഡ് ബ്രിങ്സ് ഓൺ ഇൻസാനിറ്റി. അപ്പോൾ ഒരു വയറിളക്കത്തെ സപ്രസ് ചെയ്താൽ പോലും അത് തലച്ചോറിലേക്ക് പോകാം, ഭ്രാന്തുണ്ടാക്കാം, വന്യമായ പെരുമാറ്റങ്ങൾ, ആക്റ്റീവ് മാനിയാക്കൽ ഡെലിറിയം. കുപ്രം ഈസ് നോട്ട് പാസീവ് ഇൻ ദിസ് ബിസിനസ്. ഇനി ചിന്തിക്കേണ്ട കാര്യം, ഈ കുപ്രത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അതങ്ങനെ ഇനാക്റ്റീവും പാസീവും ഒന്നും അല്ല, അത് മന്നിപ്പൊന്നുമില്ല. നല്ല രൂക്ഷത കുപ്രം കാണിക്കും. വയലൻസ് ഇസ് മാനിഫെസ്റ്റഡ് എവരിവർ. എല്ലായിടത്തും വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്രമിക്കുകയാണ് വിചാരിക്കുന്നത്. വയലൻസ് എന്ന് വെച്ചാൽ ഫോഴ്സ്ഫുൾ ആക്ഷൻ എന്നുള്ള വയലൻസ്. അപ്പോൾ ആ ഒരു വല്ലാതെ ബലം പ്രയോഗിക്കുക എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ വയലൻസിൻ്റെ ആ അർത്ഥം ഇവിടെ, അല്ലാതെ അക്രമം കാണിക്കുക, എപ്പോഴും അക്രമം കാണിക്കാം, പക്ഷെ എപ്പോഴും അക്രമമാണെന്നില്ല. ആ ഫോഴ്സ്ഫുൾ ആക്ഷൻസ് എന്ന് എടുത്താൽ മതി. വയലൻസ് ഇൻ ഡയറിയയിലെ വയലൻസ്, ഡയറിയയും വളരെ രൂക്ഷത, അവിടെ പമ്പ് വെച്ചടിക്കുന്ന പോലെ നേരത്തെ കണ്ടില്ലേ. വയലൻസ് ഇൻ വൊമിറ്റിംഗ്, ഛർദിലിൽ രൂക്ഷത. വയലൻസ് ഇൻ സ്പാസ്മോഡിക് ആക്ഷൻ, അനിയന്ത്രിത ചലനങ്ങളിൽ രൂക്ഷത. സ്ട്രേഞ്ച് ആൻഡ് വയലന്റ് തിങ്സ് ഇൻ ദ മാനിയ ആൻഡ് ഡെലിറിയം. ഈ വിഭ്രാന്തിയുടെ അവസ്ഥകളിലൊക്കെ അവർ അസാധാരണമായ രൂക്ഷമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ചിലപ്പോൾ ശരിക്കുള്ള വയലൻസ്, നമ്മൾ പറയുന്ന അക്രമം ചിലപ്പോൾ വന്നിരിക്കാം. ഹിസ്റ്റീരിക്കൽ ക്രാംസ് ആൻഡ് ഹിസ്റ്റീരിക്കൽ ആറ്റിറ്റ്യൂഡ്സ് മേ ചേഞ്ച് ഇൻ എ നൈറ്റ് ഓർ ഇൻ എ ഡേ ടു സെൻഡ് വിറ്റ്യൂസ് ഡാൻസ്. അപ്പോൾ ഈ ഭ്രാന്തമായ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ഒക്കെ ഒരു രാത്രി കൊണ്ടല്ല, പകലൊന്നും മാറിയിട്ട്
ആവശ്യത്തിലധികം ചലിച്ച് ആടുന്ന നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. സെയിൻറ്റ് വിറ്റൂസ് ഡാൻസ് ഒരു അനിയന്ത്രിതമായ വിഭ്രാന്തി, കൊണ്ടുള്ളൊരു നൃത്തം ചെയ്യുന്ന പോലെയുള്ള അനിയന്ത്രിത ചലനങ്ങൾ, സാറിന് വയറിളക്കം കഴിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണിത്. പഴയൊരു പ്രയോഗം. ആൻഡ് ഗോ ഓൺ വിത്ത് ഇറ്റ്സ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുറന്നു പോകും. സച്ച് ഈസ് ദ സഡൻനെസ് വിത്ത് വിച്ച് ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. കുപ്രത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ അത്ര പൊടുന്നനെ വരുന്നതാണ്. ദിസ് ഈസ് നോട്ട് ജനറലി നോൺ ഓഫ് കുപ്രം. അങ്ങനെ എപ്പോഴും അങ്ങനെ വരുന്നില്ല, പക്ഷേ അസാധാരണ സാഹചര്യങ്ങൾ അങ്ങനെ വരാം. ദിസ് കോൺസ്റ്റൻറ്റ് ചേഞ്ചിങ് എബൌട്ട്, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സ്വഭാവം കുപ്രത്തിന് സ്ഥായിയായിട്ടില്ലെങ്കിലും അങ്ങനെ വരാം, അത്ഭുതപ്പെടേണ്ട. സ്പാസ്മോഡിക് എഫക്ഷൻസ് ഇൻ ജനറൽ, പൊതുവേ ഒരു വലിച്ചുകോച്ചലും അനിയന്ത്രിത ചലനങ്ങളും കുപ്രത്തിലുണ്ട്. സ്പാസ്മോഡിക് കോഫ്സ്, സ്പാസ്മസ് ഓൾ ഓവർ ദ ബോഡി, ചുമയെ അത് ബാധിക്കാം, ശരീരത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും ബാധിക്കാം. ദ ഫേസ് ബിക്കം പേർപ്പിൾ, മുഖമാകെ ഇങ്ങനെ നീലിച്ച് ചുമന്നൊക്കെ ഇരിക്കാം. ഹി ലോസസ് ഹിസ് ബ്രെത്ത്, സഫക്കേറ്റ്, ശ്വാസകോശത്തിലും ഇതേപോലെ വലിച്ചുകോച്ചിൽ വന്നിട്ട് ശ്വാസം മുട്ടൽ വരുന്നു. ദ മദർ തിങ്സ് ദ ചൈൽഡ് വിൽ നെവർ കം ടു ലൈഫ് അഗെയിൻ. ഇങ്ങനെ വലിച്ചുകോച്ചിൽ വന്നിട്ട് ശ്വസനത്തെ ബാധിച്ചിട്ട് കുട്ടി മരിച്ചു പോയേക്കുമെന്ന് ആ ഒരു അമ്മ ഭയന്നു പോകുന്നു. സ്പാസ്മസ് ഓഫ് ദ ചെസ്റ്റ്, സ്പാസ്മസ് ഓഫ് ദ ലാരിങ്സ്, സ്പാസ്മസ് ഓഫ് ദ വോൾ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് സച്ച് എ ക്യാരക്ടർ ദാറ്റ് ദ ചൈൽഡ് സീംസ് ടു ബി ചോക്കിംഗ് ടു ദ, ശ്വാസം മുട്ടി കുട്ടി മരിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിൽ, സീംസ് ടു ബി ആണ്, ആ തരത്തിലുള്ള വലിച്ചുകോച്ചുകൾ ശ്വസന വ്യവസ്ഥയും ബാധിക്കുന്നു കേട്ടോ. ആ അവസ്ഥയിൽ വാസ്തവത്തിൽ കുപ്രം ചെയ്യുന്ന ജീവൻ രക്ഷാപ്രവർത്തനമാണ്. കുപ്രത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. തുടർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.